മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2024 ഓഗസ്റ്റ് 16 വൈകിട്ട് ഏകദേശം 7:45 മണിക്ക് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ കർക്കടകം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. സൂര്യൻ ഇവിടെ സെപ്റ്റംബർ 16 വരെ നിൽക്കുന്നതുമായിരിക്കും. ഇത് നിങ്ങളുടെ 8ാം ഭാവമാണ്. ഇവിടെ സൂര്യൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ബുധനോടൊപ്പം സൂര്യൻ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട്. കുറച്ച് സമയത്തേക്ക് സൂര്യനോടൊപ്പം ശുക്രനും നിൽക്കുന്നുണ്ട്. 5ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ 4ാം ദൃഷ്ടിയും സൂര്യനിലാണ് പതിക്കുന്നത്. അതുപോലെ 5ൽ തന്നെ നിൽക്കുന്ന ഗുരുവിൻ്റെ കേന്ദ്രപ്രഭാവവും സൂര്യനിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇതിലെല്ലാം ഉപരിയായി ധനസ്ഥാനത്ത് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനിയുടെ 7ാം ദൃഷ്ടി പതിക്കുന്നതും സൂര്യൻ്റെ മേൽ ആണ്. ഇങ്ങനെയുള്ള ഈ സ്ഥിതിയിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അപഹാരം എന്നിവയിലുള്ള വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. സൂര്യൻ 8ാം ഭാവത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത്. 8ാം ഭാവത്തിൽ സാധാരണ ശുഭഫലങ്ങളല്ലായിരിക്കും ഗ്രഹങ്ങൾ നൽകുന്നത്. പക്ഷേ ഇവിടെ 8ാം ഭാവാധിപൻ 8ാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് വിപരീത രാജയോഗം നിർമ്മിക്കുന്നതാണ്. അതിനാൽ 8ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുടുംബസ്വത്തിൽ നിന്നും ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകും. ഇത് ഷെയർ മാർക്കറ്റിൽ നിന്നോ ഇൻഷുറൻസ്, ബ്ലോക്കായി കിടക്കുന്ന പൈസ റിലീസാവുകയോ, ഇതൊന്നും അല്ലെങ്കിൽ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയുമൊക്കെ ആകാം. ഈ സമയത്ത് തന്ത്രമന്ത്ര പൂജാദികളിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകുന്നതാണ്. ഇവ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. ഇൻലോസിൻ്റെ കുടുംബവുമായി നല്ല ബന്ധമുണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. റിസർച്ച് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകൾ, PhDക്ക് തയ്യാറെടുക്കുന്നവർ എന്നിവർക്കെല്ലാം തന്നെ സമയം വളരെ അനുകൂലമായിരിക്കും. സൂര്യനോടൊപ്പം നിങ്ങളുടെ 6ഉം 9ഉം ഭാവങ്ങളുടെ അധിപനായ ബുധനും നിൽക്കുന്നുണ്ട്. ബുധൻ ഇവിടെ ബുധാദിത്യ യോഗത്തോടൊപ്പം വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6ാം ഭാവാധിപൻ നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്. ഇത് നിങ്ങളുടെ കടബാധ്യതകളിൽ ആശ്വാസം നൽകുന്നതായിരിക്കും. അതുപോലെ ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കും. ഡോക്ടർ, വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആർക്കിടെക്റ്റ്, കൂടാതെ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലുകളും മറ്റും ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. കോർട്ട് കേസുകളോ മറ്റ് ഡിസ്പ്യൂട്ടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികളും ഈ സമയത്ത് നല്ലതാകുന്നതാണ്. 6ാം ഭാവാധിപൻ ബുധൻ ഈ ശുഭഫലങ്ങൾ നൽകുമ്പോൾ 9ാം ഭാവാധിപൻ ബുധൻ്റെ പ്രഭാവത്തിൽ അല്പം കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും. ശുക്രൻ നിങ്ങളുടെ 5ഉം 10ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് 8ാം ഭാവത്തിൽ സൂര്യനോടൊപ്പമാണ്. ഇത് നിങ്ങളുടെ സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക സ്ഥിതി, ദാമ്പത്യ ജീവിതം എന്നിവയിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. 10ാം ഭാവാധിപൻ 8ൽ നിൽക്കുന്നത് നിങ്ങളുടെ കരിയർ, ബിസിനസ്, പ്രൊഫഷൻ എന്നിവയിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. 8ാം ഭാവത്തിൽ തന്നെയാണ് ചൊവ്വയുടെ 4ാം ദൃഷ്ടി പതിക്കുന്നത്. ചൊവ്വ നിങ്ങളുടെ 4ഉം 11ഉം ഭാവങ്ങളുടെ അധിപനാണ്. കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുവാനിടയാകും. അതുപോലെ അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും. ധനസ്ഥാനത്ത് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനിയുടെ
ഏഴാം ദൃഷ്ടി പതിക്കുന്നത് 8-ൽ സൂര്യൻ്റെ മേലാണ്. ഈ സമയത്ത് പണമിടപാടുകൾ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. നിങ്ങളുടെ അടുത്ത ബന്ധത്തിലുള്ള ആരെങ്കിലുമായി വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ മറ്റും ഉണ്ടാകാൻ ഇടയാകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിങ്ങളെ ചതിക്കുവാനും സാധ്യതകളുണ്ട്. ഈ വക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഇതാണ് സൂര്യൻ്റെ ചിങ്ങത്തിലേക്കുള്ള രാശിമാറ്റം മകരം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.